തൃശൂർ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെ നാട്ടികയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലു BJP മനസ്സുമായി നടന്ന CC മുകുന്ദനെ ഡൽഹിയിൽ കൊണ്ടുപോയി സീറ്റ് വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചവർക്ക് ജനം മറുപടി നൽകുമെന്നും സുനിൽ ലാലു പറഞ്ഞു. ആ ഡൽഹിയിലേക്ക് പോയത് കൊണ്ടുപോയ ആളുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കണ്ടേ, അദ്ദേഹം മതേതര ചേരിയാണോ BJP ചേരിയാണോ എന്ന് മനസ്സിലാക്കണ്ടേ. അദ്ദേഹം തിരിച്ചു വന്ന് ഒരു ദിവസം കൊണ്ട് BJP സ്ഥാനാർത്ഥിയായി. തിരുത്തേണ്ട സമയത്ത് കൃത്യമായി തിരുത്തി മനസ്സിലാക്കി പോവേണ്ട സമയമാണ് രാഷ്ട്രീയം. നമ്മുടെ നേതൃത്വം അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം നേതാക്കളെ തിരിച്ചറിയേണ്ടതുണ്ട്. BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന CC മുകുന്ദനെ മനസ്സിലാക്കാൻ കഴിയാത്ത നേതാക്കൾ അവർ രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിനോ പരിപാടിക്കോ പങ്കാളികളല്ലാത്ത നേതാക്കൾ അവരവരുടെ രാഷ്ട്രീയം വീട്ടിലിരുന്ന് നടത്തിയാൽ മതി എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരാണ്. ഇനി അങ്ങനെ തുടരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, എന്താണ് ഈ പ്രതികരണത്തിന് പ്രേരകമാവുന്നത് സുനിൽ ലാലുവിന്? ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പൊട്ടലും ചീറ്റലും ഒക്കെ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാട്ടികയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു സുനിൽ ലാലൂർ. നാട്ടികയിൽ CPIയിൽ നിന്നും CC മുകുന്ദൻ പുറത്തു വന്നപ്പോൾ CC മുകുന്ദനെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ അന്ന് KPCC സെക്രട്ടറിയും മുൻ DCC അധ്യക്ഷനുമായ ജോസ് വള്ളൂരാണ് രംഗത്തിറങ്ങിയത്. അന്ന് ജോസ് വള്ളൂർ CC മുകുന്ദന്റെ ഓഫീസിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തിയതും പിന്നീട് CC മുകുന്ദൻ ഡൽഹിയിലേക്ക് പോയതും ഡൽഹിയിൽ വെച്ച് ജോസ് വള്ളൂർ ഈ ചർച്ചകൾക്കിടയിൽ പുറത്തു വന്നതും ഒക്കെ തന്നെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. CC മുകുന്ദനെ UDF പാളയത്തിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടും പിന്നീട് അദ്ദേഹം BJPയിൽ പോവുകയും BJP സ്ഥാനാർത്ഥിയായി സുനിൽ ലാലുവിനെതിരെ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. സുനിൽ ലാലുവിന്റെ സാധ്യതകൾ അടഞ്ഞുവെന്ന് ലാലൂര് ആ സമയത്ത് വിലയിരുത്തിയത് CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയായിട്ട് എത്തിയതോടുകൂടിയാണ്. CC മുകുന്ദൻ സ്വതന്ത്രനായി നിൽക്കുമെന്നാണ് പിന്നീട് UDF കരുതിയത്. അങ്ങനെയെങ്കിൽ അത് സുനിൽ ലാലൂര് നേട്ടമാകുമെന്നും കരുതിയിരുന്നു. പക്ഷേ CC മുകുന്ദൻ സ്വതന്ത്രനായി നിൽക്കുന്നതിന് പകരം BJP സ്ഥാനാർത്ഥിയായിട്ടാണ് നിന്നത്. ഈ മുകുന്ദന്റെ മനസ്സറിയാതെ അദ്ദേഹത്തെ UDFയിൽ കൊണ്ടുകെട്ടാൻ ജോസ് വള്ളൂർ പോയതിനെയാണ് ഒരർത്ഥത്തിൽ ഒളിയമ്പിലൂടെ സുനിൽ ലാലൂർ വിമർശിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സറിയാതെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയവർക്കുള്ള ജനവിധി തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാൻ കഴിയുമെന്നാണ് സുനിൽ ലാലൂർ പറയുന്നത്. ഡയറക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ജോസ് വള്ളൂരിനെതിരെ വരുന്നത്. അതുപോലെ തന്നെ ജോസ് വള്ളൂർ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് മറ്റൊരു വാക്യം അദ്ദേഹം ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമല്ലാതെ ഇരുന്നവർ രാഷ്ട്രീയം വീട്ടിലിരുന്ന് നടത്തിയാൽ മതി എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും വോട്ടെണ്ണൽ ആയിട്ടില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കോൺഗ്രസിലെ പൊട്ടലും ചീറ്റിലും പല സ്ഥലങ്ങളിലായി പുറത്തു വരികയാണെന്ന് നമുക്ക് വിലയിരുത്താം. മറ്റു മണ്ഡലങ്ങളിലും കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ വന്നേക്കാം. ശരി നടരാജ്.